ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും പഠിക്കുന്നുണ്ടോ? ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈസി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് പറഞ്ഞു നൽകുകയാണ്. ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുന്നു എന്ന് കരുതുക. ചിലർ വളരെ പെട്ടെന്ന് പഠിക്കും, ചിലർ മാസങ്ങളെടുക്കും, മറ്റു ചിലരോ വർഷങ്ങൾ കഴിയും. അതേപോലെയാണ് എത്ര സമയം പഠിക്കണമെന്ന ചോദ്യത്തിന് ആധുനിക പഠന സങ്കേതങ്ങൾ പറയുന്ന മറുപടി. കൂട്ടുകാർക്ക് ഓരോരുത്തർക്കും പഠിക്കുന്നതിന് ഓരോ രീതികളുണ്ടല്ലേ? നിങ്ങളിൽ ചിലർ വളരെ നിശബ്ദരായി പഠിക്കുന്നവരായിരിക്കും, ചിലർ വളരെ ഉച്ചത്തിൽ വായിച്ച് പഠിക്കുന്നവരായിരിക്കും, ചിത്രം വരച്ച് പഠിക്കുന്നവരുടെ എണ്ണോ കുറവൊന്നുമില്ല കേട്ടോ. പഠിക്കാനുള്ള ഈസി മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉച്ചത്തിൽ വായിച്ച് പഠിക്കുന്നതിനുള്ള ചില ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അതായത് ശബ്ദമെടുത്ത് വായിക്കുമ്പോൾ ചുണ്ട്, നാവ്, കവിൾ, തൊണ്ട, സ്വനപേടകം തുടങ്ങിയ ധാരാളം അവയവങ്ങൾ ജോലി ചെയ്യുന്നു. അതുവഴി ഈ ഭാഗങ്ങളിലെ ഉത്തേജിപ്പിക്കുന്ന തലച്ചോറിന്റെ ഭാഗവും ജോലി ചെയ്യുന്നു. വായിക്കുന്ന ആളിന്റെ ശബ്ദം അയാൾ തന്നെ കേൾക്കുന്നു. അപ്പോൾ കേൾവിയെ നിയന്ത്രിക്കുന്ന അയാളുടെ തലച്ചോറിന്റെ ഭാഗവും ഉത്തേജിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം പുറത്തു വരുന്ന രീതിയിലുള്ള വായന പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതും പഠനം മികവുറ്റതാക്കുവാനും സഹായിക്കുന്നു. ഇനി കൂട്ടുകാരുടെ ഒരു സംശയം, എവിടെ ഇരുന്ന് പഠിക്കണം എന്നുള്ളതല്ലേ? പറഞ്ഞുതരാം. വീട്ടിലും പരിസരത്തും കോൺസെൻട്രേഷനാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഹോസ്റ്റലിലായിരിക്കും, മറ്റെവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേഷൻ ഏറ്റവും അത്യാവശ്യമുള്ള ഘടകമല്ലേ? അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷന് തടസ്സമുണ്ടാകാത്ത ഒരിടം കണ്ടെത്തണം. മുന്നിൽ ശൂന്യമായതും വെള്ള നിറത്തിലുമുള്ള പ്രതലമാണ് ഏറ്റവും നല്ലത്. ശൂന്യമായ പ്രതലം പഠിക്കുന്നവരുടെ കോൺസെൻട്രേഷനെ ഇല്ലാതാക്കുകയില്ല. പഠിക്കാനിരിക്കുന്ന കസാരയ്ക്ക് മുന്നിൽ ഒരു ജനാലയാണെങ്കിലോ ആ ജനാലയിലെ കാഴ്ചകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് തന്നെ മുന്നിൽ കാഴ്ചകളില്ലാത്ത സ്ഥലം വേണം പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ചില കൂട്ടുകാർ ചോദിക്കാറുണ്ട്, പഠിക്കുമ്പോൾ ഇരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന്. അതിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. പഠിക്കാൻ സ്ഥലം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെ ഇരുന്ന് പഠിക്കണം എന്നത് സംബന്ധിച്ചും ശാസ്ത്രീയമായ കുറേ അറിവുകളുണ്ട്. പഠിക്കുന്ന പുസ്തകത്തിലേക്ക് പിറകിൽ നിന്നോ മുന്നിൽ നിന്നോ വെട്ടം വീഴാൻ പാടില്ല. അത് പ്രധാനമായ ഒരു കാര്യം തന്നെയാണ്. ഇടതു നിന്നോ വലതു നിന്നോ ഈ രണ്ട് വശങ്ങളിൽ നിന്ന് മാത്രമേ വെട്ടം വീഴാൻ പാടുള്ളൂ. കണ്ണിന് ഏറ്റവും നല്ലത് ഇതാണ്. അതേപോലെ തന്നെ നിവർന്നിരുന്ന് വേണം പഠിക്കാൻ. അതായത് സൂക്ഷ്മനാഡിക്ക് ശ്വസനം കിട്ടത്തക്ക വിധം ഇരിക്കണം. ഋഷിവരന്മാർ വേദകാലത്ത് പറഞ്ഞു വെച്ചൊരു ചെറിയ സയൻസ് ആണിത്. തലച്ചോറിൽ നിന്ന് സൂക്ഷ്മനാഡിയിലേക്കാണല്ലോ അവയവങ്ങളിലേക്കുള്ള ബന്ധം. സൂക്ഷ്മനാഡി പ്രവർത്തനക്ഷമമായാൽ മാത്രമേ ശരിയായ ചിന്തയും ഓർമ്മയും ഉണ്ടാവുകയുള്ളൂ. സൂക്ഷ്മനാഡിക്ക് കൂടുതൽ ഓക്സിജൻ ലഭിച്ചാൽ ബുദ്ധി ഉണരും, പഠനം വളരെ മികവുറ്റതാകും. ഇനി കൂട്ടുകാരുടെ ഒരു സംശയം, ആദ്യം പഠിക്കേണ്ടത് ഏത് വിഷയമാണെന്നല്ലേ? ചില കൂട്ടുകാർ വളരെ എളുപ്പമുള്ളതും ഏറ്റവും ഇഷ്ടമുള്ളതുമായ സബ്ജക്റ്റാണ് ആദ്യം പഠിക്കാനായി തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആധുനിക പഠന മാർഗങ്ങൾ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത് ഏറ്റവും പ്രയാസമുള്ള വിഷയം വേണം ആദ്യം പഠിക്കണം എന്നാണ്. രണ്ടാണ് ഇവിടുത്തെ ഗുണം. പഠിച്ചു തുടങ്ങുന്ന സമയം ആയതുകൊണ്ട് തന്നെ ക്ഷീണമില്ലാതെ പെട്ടെന്ന് തന്നെ പാഠഭാഗങ്ങൾ മനസ്സിലാകും. രണ്ടാമത്, പ്രയാസമുള്ള വിഷയം കടന്നു കിട്ടിയാൽ മൊത്തത്തിൽ പഠനം എളുപ്പമാവുകയും ചെയ്യും. ഇനി എങ്ങനെയാണ് സമയം ക്രമീകരിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ മനുഷ്യ മനസ്സിന് 40 മിനിറ്റിൽ കൂടുതൽ ഒരു കാര്യത്തിൽ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിയില്ല. കോൺസെൻട്രേഷൻ പാലിക്കാനും കഴിയില്ല. അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? കൃത്യം 40 മിനിറ്റ് കോൺസെൻട്രേഷനോടെ പഠിച്ചതിന് ശേഷം 5 മിനിറ്റ് വിശ്രമിക്കണം. എങ്ങനെയാണ് വിശ്രമിക്കേണ്ടത്? നിങ്ങൾക്ക് 5 മിനിറ്റ് വിശ്രമിക്കാൻ കിട്ടിയ ആ സമയത്ത് പാഠഭാഗങ്ങളൊക്കെ മറച്ചു നോക്കാതെ നിങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സ് ആയി വീണ്ടും പഠനമുറിയിലേക്ക് കടന്നു വന്ന് വീണ്ടും പഠിക്കാനായി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 1 മണിക്കൂർ ബാക്കിയുള്ള 15 മിനിറ്റ് തൊട്ട് മുമ്പ് പഠിച്ച ഭാഗങ്ങളിൽ ആവർത്തിച്ചുറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഇങ്ങനെ 1 മണിക്കൂർ പാക്കേജ് പ്ലാൻ ചെയ്താൽ 4 അതിൽ കൂടുതലുള്ള പാക്കേജുകളായി പഠനത്തെ വേർതിരിച്ചെടുക്കാം. ഒരു ദിവസം ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ 4 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ സമയമാണ്. കുട്ടിയുടെ പഠന നിലവാരവും വിഷയങ്ങളുടെ ബാഹുല്യവും അനുസരിച്ച് വേണം സമയം ക്രമീകരിക്കേണ്ടത്. ഇതിൽ ഏറ്റവും കുറഞ്ഞ സമയം 4 മണിക്കൂറാണ്. കൂട്ടുകാരുടെ പഠന നിലവാരവും
വിഷയങ്ങളുടെ ബാഹുല്യവും അനുസരിച്ച് വേണം സമയം ക്രമീകരിക്കേണ്ടത്. 15 മിനിറ്റുകൾ പ്രധാനമാണ്. പഠനത്തിൻ്റെ ഏറ്റവും കാതലായുള്ള ഭാഗം ഇനിയുള്ള 15 മിനിറ്റാണ്. റിവിഷൻ അഥവാ ആവർത്തിച്ചുള്ള പഠനത്തിനുള്ള സമയമാണ് അത്. ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പാഠഭാഗങ്ങളെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ആവർത്തിച്ചുള്ള പഠനം അഥവാ റിവിഷൻ വളരെ അത്യാവശ്യമാണ്. 40 മിനിറ്റ് നീളുന്ന പഠനത്തെ മനസ്സിൻ്റെ ചെപ്പിൽ ഒതുക്കാൻ 15 മിനിറ്റ് റിവിഷൻ മതിയാകും. ഒരു ദിവസത്തെ പഠനം എങ്ങനെ അവസാനിപ്പിക്കും? പറഞ്ഞു തരാം. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത്, അതായത് 25 മുതൽ 30 മിനിറ്റ് വരെ നേരം അന്ന് പഠിച്ച വിഷയങ്ങൾ ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് പഠിക്കുക. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പഠനത്തെ വളരെ അനായാസം എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.